PG പഠനം എങ്ങനെയായിരുന്നു സാറിൻ്റെ? എവിടെയായിരുന്നു? PG പന്തള NSS കോളേജിലായിരുന്നു. പന്തള NSS കോളേജിൽ വരുമ്പോൾ ഞാൻ ഈ NSS കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിലെ പ്രവർത്തനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അവിടെയുള്ള അധ്യാപകർക്ക് അറിയാവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്നെ അതിലേക്ക് ആകർഷിച്ചു. ഡിഗ്രിയിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മുഴുവൻ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തകനായിരുന്നു എന്ന് പറയാം. അതായത് വിദ്യാഭ്യാസ സമയം കഴിഞ്ഞുള്ള സമയത്ത് അതുകൊണ്ടാണ് പന്തളത്ത് അത്രയും ഒരു സ്വീകാര്യത വന്നത്. ഞാൻ ചില കോളേജ് ക്യാമ്പസിലും ചില വീടുകളിലും കപ്പ കൃഷി ചെയ്യുന്നതിന് ഞാൻ ഒരു പ്രാവശ്യം പലതും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോഴഞ്ചേരി പോയി, ഞാൻ നേരത്തെ പുല്ലാടിനെ കുറിച്ച് പറഞ്ഞു, അവിടെ പോയി കപ്പത്തണ്ട് കളക്ട് ചെയ്ത് പ്രൈവറ്റ് ബസ്സിൻ്റെ മുകളിലിട്ട് ചങ്ങനാശ്ശേരി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ യാത്രയുണ്ടതേ. എന്നിട്ട് ഇതിന് വളം വാങ്ങാൻ വേണ്ടി സൈക്കിളും കൊണ്ടുപോയി ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്ന് വളവും വാങ്ങി, അതൊരു 4-5 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെയൊക്കെ അല്ലാതെ ഈ വെറുതെ ഇങ്ങനെ പോയി ഒരു ക്യാമ്പിന് പങ്കെടുക്കുക എന്നുള്ളതല്ല. അത് നമുക്ക് എല്ലാ മാസവും കൃത്യമായ ഇത്തരം പ്രവർത്തനങ്ങളുണ്ടാവും. അങ്ങനെ പക്ഷേ അത്രയും കാര്യം PGക്ക് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. തന്നെയല്ല ഈ ട്യൂഷൻ എടുക്കുന്ന കുറച്ചുകൂടെ സജീവമായി. അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ കിട്ടുന്ന സമയമെങ്കിലും കുറച്ചുകൂടെ പ്രവർത്തിക്കാമായിരുന്നു. പക്ഷേ ആ ഒരു വിദ്യാർത്ഥിയുടെ, അതായത് നമ്മൾ കഴിഞ്ഞ മിനിസ്ട്രിയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരൻ്റെ ബ്രദറായിരുന്നു ഒരു ഭുവനേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഒരു ദാരുണമായ അന്ത്യം, പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ചവിട്ടി കൊന്ന പെട്ടെന്നുണ്ടായൊരു പ്രകോപനം. എന്നാൽ ഭുവനേന്ദ്രൻ അങ്ങനെ സജീവമായ ഒരു രാഷ്ട്രീയമുണ്ട്, പക്ഷെ അത്ര ഒരു എതിർപ്പുണ്ടാകാനും വേണ്ടിയുള്ള സജീവമായ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആൾ അന്ന് തന്നെയാണ്, ആ കാലഘട്ടത്തിൽ തന്നെയാണ് അവിടെ പന്തളം സുധാകരൻ പഠിച്ചിരുന്നത് അവിടെയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമ്പ് ഒന്നും ആ വർഷം സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. പ്രവർത്തനം കുറവായിരുന്നു. അതായത് ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അന്തരീക്ഷം അത്ര അനുകൂലമായി വരാഞ്ഞതുകൊണ്ട് സാധിക്കാതെ. എന്നാലും അത്യാവശ്യം ചില കാര്യങ്ങൾ, പിന്നെ കോളേജ് ഗ്രൗണ്ട് ഒന്ന് മെച്ചപ്പെടുത്തി കൊടുക്കുക, അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും, ചിലയിടത്ത് ഗാർഡനിങ്, അത് അന്ന് ചങ്ങനാശ്ശേരിയിൽ അത് പൂർണ്ണമായി ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ്. കോളേജിലും കിച്ചൺ ഗാർഡൻ ഉണ്ടായിരുന്നു, പക്ഷേ കോളേജിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ചങ്ങനാശ്ശേരി ചെയ്യാനുള്ള, അതിക്കൊന്ന് ഡിഗ്രിക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടിയായിരുന്നു കേട്ടോ. നമുക്ക് മറ്റേതിൻ്റെ അത്രയും സീരിയസ് ആയിട്ടുള്ള പഠനത്തിൽ മുഴുകേണ്ട കാര്യമില്ലല്ലോ ഡിഗ്രിക്ക്. കുറച്ചുകൂടി നമുക്ക് സമയം, അതുകൊണ്ട് ഡിഗ്രിക്ക് അങ്ങനെ പഠിക്കേണ്ട എന്നല്ല പറഞ്ഞത്, കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത്. റോഡ് പോലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു പിന്നെ ഹൗസിംഗ് കോളനി, പ്രത്യേകിച്ച് ഒരു മാർജിനലൈസ്ഡ് സെക്ഷൻ താമസിക്കുന്ന ഒരു ഹൗസിംഗ് കോളനിയിലേക്ക് പുതിയതായിട്ടൊരു റോഡിൻ്റെ ബേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 10 ദിവസത്തെ ക്യാമ്പ് അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ നാട്ടുകാരൊക്കെ ഒരുപാട് കട്ടൻ കാപ്പിയും കപ്പയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇതിനു വേണ്ടി. കാര്യം അത് ക്യാമ്പിൽ മാത്രമല്ല, അല്ലാതെ ദിവസങ്ങളിലും. കാര്യം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ കൂടുതൽ ഉണ്ടതാ ആ റോഡ്. അപ്പോൾ ആ റോഡ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ക്യാമ്പ് കൂടാതെ മറ്റ് സന്ദർഭങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊക്കെ വൈകുന്നേരങ്ങളിൽ ഹഷീമിനെ പോലെ ഞാനും നാടകം ഉണ്ടാക്കി, ഞാനും രമേശ് ചെന്നിത്തലയൊക്കെ കൂടെ ചേർന്നിട്ട് ആ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് NSS-ൽ.
വേറെ ആരെങ്കിലും അക്കാലത്ത് ഈ രാഷ്ട്രീയത്തിലോ സിനിമയിലുള്ള ആരെങ്കിലും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നോ? ആ ഗ്രൂപ്പിൽ അല്ല, ഞാനൊരു ജി രാമൻ നായരെ കുറിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് SB കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ശൂരനാട് രാജശേഖരൻ. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ്. വേറെ ആരെങ്കിലും സാറിൻ്റെ ഓർമ്മയിൽ വരുന്ന പിന്നീട് പ്രശസ്തരായ ആരെങ്കിലും, അല്ലെങ്കിൽ കഴിവുണ്ടായിട്ട് പ്രശസ്തിയിലേക്ക് പോകാത്ത ആരെങ്കിലും കൂടുതലുണ്ടാവും? അല്ല, ഈ രമേശ് ചെന്നിത്തലയോടൊപ്പം തന്നെ പ്രാഗൽഭ്യം കാണിച്ച ഒരു രാജശേഖരൻ ഉണ്ടായിരുന്നു. ബാലയന സഖ്യത്തിൽ പിന്നെ രമേശനോടൊപ്പമോ രമേശിനേക്കാളോ തിളങ്ങിയ ഒരാളായിരുന്നു രാജശേഖരൻ. പക്ഷേ രാജശേഖരന് രാഷ്ട്രീയത്തിൽ അത് കാര്യമായിട്ട് ഒരു ഇത് വരുത്താൻ കഴിഞ്ഞില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ കാലങ്ങൾ കഴിയുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ചില പ്രത്യേകമായ കഴിവുകൾ ആവശ്യമാണല്ലോ. അത് എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. പിന്നെ ചില സന്ദർഭങ്ങളുണ്ട് കേട്ടോ. ഈ രമേശിൻ്റെ ഔന്നത്യത്തിന് 79 ഉണ്ടായ രണ്ടാമത്തെ കോൺഗ്രസിൻ്റെ സ്പ്ലിറ്റും ഒരു കാരണമായി. കാര്യം ശ്രീമാൻ കരുണാകരൻ്റെ കൂടെ ഈ യുവ നേതാക്കൾ അധികം ഉണ്ടായില്ല. ജി കാർത്തികേയനും രമേശിനെയും പോലുള്ള ചിലരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എലിവേഷൻ കിട്ടി. എലിവേഷൻ കിട്ടുകയും പിന്നീട് അവർക്ക് MLA സ്ഥാനം കിട്ടാനും ഒക്കെ അത് കാരണമായി. കാര്യം അതെല്ലാം ശ്രീമാൻ കരുണാകരൻ്റെ ഒരു അന്ന് മുരളിയൊന്നും ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുഷപ്പിൽ പെട്ടെന്ന് ഔന്നത്യം കിട്ടിയ രണ്ടുപേരാണ് ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയൊക്കെ. അതല്ലാതെ ഈ പിന്നെ ഉമ്മൻചാണ്ടിയുടെയും VM സുധീരൻ്റെയൊക്കെ താഴെ രണ്ടാം നിര നേതാക്കന്മാർ വേറെ പലരും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് തിരുവഞ്ചൂർ അതിനേക്കാൾ, പക്ഷെ തിരുവഞ്ചൂർ പിന്നീടാണ് MLA മന്ത്രിയായത്. അതിനു മുമ്പേ രമേശ് MLA മന്ത്രിയുമായി. അത് ഈ സൈഡിൽ നിന്നുള്ള ഒരു എലിവേഷൻ ഒരുപാട് സഹായിക്കുകയുണ്ടായി. അത് പക്ഷേ നേരത്തെ അങ്ങനെ MLA മന്ത്രിയുമായതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലും രമേശിന്, അതേപോലെ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ AICCയുടെയൊക്കെ തലപ്പത്ത് നേരത്തെ വരാൻ അത് സഹായകരമായി. കോളേജിൻ്റെ ഏകദേശം അന്തരീക്ഷങ്ങൾ അത് കഴിഞ്ഞ ഉടനെയാണല്ലോ. ഞാൻ പിള്ളേർ ട്യൂട്ടോറിയൽ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ പിള്ളേർ ട്യൂട്ടോറിയൽ തുടങ്ങി. അത് പിന്നെ ആ അധ്യാപന ജീവിതത്തോടെ ചേർന്ന് പിന്നെ LICയിൽ ചേരുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ ആദ്യത്തെ ജോലി പിള്ളയിൽ തന്നെയായിരുന്നല്ലേ? അതെ, പിള്ളയിൽ തന്നെ. പിള്ളയിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോയത്? നേരെ കായംകുളം എക്സൽ. അവിടെ നിന്ന് പിന്നെ മോഡൽ കോളേജ് തിരുവനന്തപുരം. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നും പറഞ്ഞ് തന്നെ ഒരു ട്യൂട്ടോറിയൽ അവിടെ ഉണ്ടായിരുന്നു. സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ആ സ്കൂൾ ഓഫ് എക്കണോമിക്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ അടുത്ത വർഷം ഈ വിക്ടറി കോളേജിൽ ചേരുന്നത്. വിക്ടറി കോളേജിൽ ഇരിക്കുമ്പോഴാണ് LICയിലും, തുടർന്ന് പിന്നെയും വിക്ടറിയിൽ വന്ന് ചേർന്നതിന് ശേഷമാണ് ഓഡിറ്റിലേക്ക് പോകുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലെ 1-2 സംഭവങ്ങൾ ഞാൻ ദേവസ്വത്തെ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അവിടുത്തെ ഒരു 1-2 കാര്യങ്ങൾ പറയാൻ. അതിലാദ്യം അതിനകത്തെ ഒരു രസകരമായ കാര്യം പറഞ്ഞിട്ട് തുടങ്ങി. കാര്യം അവിടെ ഈ സാധാരണ ഞാൻ അന്ന് അവിടെ ഉള്ളപ്പോൾ ഈ ഭക്തർ വന്ന് പല വഴിപാടുകൾക്കായിട്ട് പിന്നെ പണം അടയ്ക്കുമ്പോൾ അതിനൊക്കെ റെസീറ്റ് കൊടുക്കണം. പിന്നെ സാധാരണ അന്ന് 4 കൗണ്ടറാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ 82-ലെ കാര്യമാണ് പറയുന്നത്. 4 കൗണ്ടർ പ്രവർത്തിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഉച്ചപൂജ എന്ന് പറയുമ്പോൾ ഒരു 11:30-ക്കും 12-നും ഇടയിൽ ഉച്ചപൂജ നടക്കുന്നതോടുകൂടി കൗണ്ടർ അടയ്ക്കും. പിന്നെ വഴിപാടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരം ഉണ്ടാവുള്ളൂ.
പിന്നെ ഒറ്റ കൗണ്ടറെ പ്രവർത്തിക്കും, ഈ ബാക്കി 3 കൗണ്ടറും അടയ്ക്കും. അപ്പോൾ ഈ ഒറ്റ കൗണ്ടർ പ്രവർത്തിക്കുന്ന സമയത്ത് അതിലെ ആ കൗണ്ടറിൽ നിന്ന് ദേവസ്വം ജീവനക്കാർ, ഞാനവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഓഡിറ്ററായിട്ട് ചെന്നിരിക്കുന്നത്. അത് ഓഡിറ്റെന്ന് പറഞ്ഞാൽ അവിടെ അത്രയും കണക്കുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഓഡിറ്റുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റ്. സാധാരണ ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല, വർഷത്തിലൊരിക്കൽ പോയി ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സമ്പ്രദായം. ഇവിടെ അങ്ങനെയല്ല, സ്ഥിരം ഒരു ഓഫീസുണ്ട്. കാരണം അത്രയും ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ആ സമയത്ത് അത്യാവശ്യമായിട്ട് അല്പസമയം പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ മിക്കവാറും ഈ അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വെളുപ്പിനെ വരുന്നതാണ്. ഒരു പലരും 3:30-4 മണിയാകുമ്പോൾ തൊട്ടേ ഉള്ളത്. അപ്പോൾ ഈ ഉച്ചപൂജ കഴിയുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ക്വാർട്ടേഴ്സിലേക്കും വീട്ടിലേക്കും പോകും. കാര്യം ഉച്ചയ്ക്ക് ഒന്ന് വിശ്രമിച്ച് ആഹാരം കഴിച്ചൊന്ന് ഉറങ്ങി 4-4:30 ആകുമ്പോൾ വീണ്ടും വരണം വൈകുന്നേരത്തെ കാര്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെയാണ് എൻ്റെ ഷിഫ്റ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 12 മണി 12:30 കഴിഞ്ഞാൽ പിന്നെ കാര്യമായ ദേവസ്വം ഉദ്യോഗസ്ഥർ കാണത്തില്ല, ഈ 1-2 പേര് ഒഴിച്ചാൽ. അപ്പോൾ അയാളുടെ മേലുദ്യോഗസ്ഥൻ ആരും ഇല്ല എന്നറിയാം. പിന്നെ ഉള്ളത് ഞങ്ങളാണ്. ഞങ്ങൾ 10 to 1 ആണ് ഇരിക്കുന്നത്. അപ്പം പൊതുവെ ഭക്തർ കുറവായിരിക്കും, കൗണ്ടറിൽ കുറവായിരിക്കും. ഈ പുള്ളിക്ക് കുറച്ച് നേരം പുറത്തേക്ക് പോകണം. അപ്പോൾ ക്യൂ നിന്ന ആളുകളോട് പറഞ്ഞു, നീ കുറച്ച് നേരത്തേക്ക് വഴിപാടിന് പണം സ്വീകരിക്കുന്നതല്ല, നിങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ല ഇവിടെ ഇങ്ങനെ പണം അടച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇന്നെന്താ പ്രത്യേകത? അപ്പോൾ പുള്ളി ഞങ്ങൾ കേൾക്കാതെ, പിന്നീട് അറിയാം, ഞങ്ങൾ കേൾക്കാതെ പറഞ്ഞു, അതേ ഇപ്പോൾ പണം സ്വീകരിച്ച് നിങ്ങൾക്ക് റെസീറ്റ് തന്നാൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാവും. അതായത് അതൊരു ഭരണപരമായ കാര്യമാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ഒരധികാരവുമില്ല. ഓഡിറ്റർക്കുള്ള അധികാരം ഒരു റെസീറ്റ് കൊടുത്താൽ അതിന് തത്തുല്യമായ പണം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. റെസീറ്റ് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ദേവസ്വമാണ്. അപ്പോൾ അതിന് ഓഡിറ്റർക്ക് ഒരു കാര്യവുമില്ല. അപ്പോൾ ഓഡിറ്റർ ഒബ്ജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ക്യൂ നിന്നവരൊക്കെ പിരിഞ്ഞു. സത്യത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രസ്താവനയായിരുന്നു. കാര്യം അതിന് ഓഡിറ്ററുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു രസകരമായ കാര്യം അമ്പലത്തിനകത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ അതിലും അത് ഞാൻ അങ്ങനെ ഭംഗ്യം തരെയാണ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ.